ഒരുപാട് മാസങ്ങൾ ശേഷം വർഷങ്ങൾക്ക് ശേഷം നെയ്മർ ജൂനിയർക്ക് ബ്രസീൽ ടീമിലേക്ക് ഒരു വിളി കിട്ടിയിട്ട് അദ്ദേഹത്തിന് ആ മത്സരങ്ങളും കളിക്കാൻ കളിക്കുന്നില്ല. അദ്ദേഹം ടീമിൽ നിന്ന് ഒഴിവായി. ഇപ്പോൾ ഇതാ ഒരു ചെറിയ ന്യൂസ്, ഒരു നല്ല ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് തോനക്കാരൊന്നും പുറത്തിരിക്കേണ്ടി വരില്ല. ഏറി വന്ന 2-3 ആഴ്ച ആണ് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരിക എന്നാണ് ബ്രസീൽ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത കാലിൻ്റെ തുടയുടെ റീജിയനിൽ ഒരു ചെറിയൊരു വീക്കമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് സാന്റോസിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷനുകളൊക്കെ. 2-3 ആഴ്ച ഓൾറെഡി ഇപ്പോൾ അദ്ദേഹം സാന്റോസിന് വേണ്ടി കളിച്ചിട്ട് ആഴ്ചകളായി. ഇനിയിപ്പോൾ തോന്നുന്നിപ്പോൾ ഈ മാസം തന്നെ 30-ാം തീയതിയൊക്കെ ആയിട്ട് സാന്റോസിന് മത്സരങ്ങളുണ്ട്. ആ ഒരു മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വരുന്നെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഇപ്പം ഇനി ബ്രസീലിന് വേണ്ടിയിട്ട് ഏതായാലും കളിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് ഭയങ്കര ഒരു നഷ്ടം. വർഷത്തിന് ശേഷം ബ്രസീലിലേക്ക് ഒരു വിളി വന്നിട്ട് ആ ഒരു മത്സരം നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ട് വീഡിയോകൾ കണ്ടിട്ട് റീൽസ് കണ്ടിട്ട് നെയ്മറിന് അത്രയും പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ കളി കാണാൻ അത്രയും ആവേശത്തോടു കൂടി കാത്തിരുന്നിട്ട് അവസാനം വെച്ചിട്ട് നെയ്മർക്ക് കളിക്കാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടം. ആ ഒരു മത്സരമാണ് ബ്രസീലിൻ്റെ അതും മികച്ച ടീമുകൾക്കെതിരെ മത്സരിക്കുമ്പോൾ, ലയണൽ മെസ്സിക്കെതിരെ മത്സരിക്കുമ്പോൾ, അർജന്റീനക്കെതിരെ വരുന്ന ഗെയിമുകളായിരുന്നു. ആ ഒരു മത്സരം ഭയങ്കര മിസ്സിങ് ആയി. നെയ്മർ മെസ്സി കോംബോ ഓപ്പോസിറ്റ് കളിക്കുന്ന ഒരു മത്സരം നമുക്ക് മിസ്സായി. ഏതായാലും സാന്റോസിൽ അദ്ദേഹം മടങ്ങിയെത്തട്ടെ, താമസിയാതെ മടങ്ങിയെത്തും എന്നുള്ള ബിഗ് ന്യൂസ്, നല്ല ന്യൂസ് തന്നെയാണ് വന്നിട്ടുള്ളത്. കാത്തിരിക്കാൻ നമുക്ക് ഇത്രയും കാലം കാത്തിരുന്നില്ലേ, പിന്നാണ്ട് പോയി 2 ആഴ്ച കാത്തിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു തിരിച്ചു വരവ് അല്ലേ, കണ്ടിന്യൂസ് ആയിട്ടൊന്ന് അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ കളിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ കൂടെ തന്നെ